എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ യഹൂദർ വന്നിട്ട് ഈശോയുടെ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുകയാണ്. ഈശോയുടെ അടുത്ത് പറയുകയാണ്, നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് പാരമ്പര്യം ലംഘിക്കുന്നത്, അല്ലെ? പാരമ്പര്യം ലംഘിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വിഷമം. ശിഷ്യന്മാർ പാരമ്പര്യം ലംഘിക്കുന്നു. പക്ഷെ ഈശോ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ പാരമ്പര്യമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തിന്റെ വചനത്തെ എന്തിനാണ് നിങ്ങൾ നിരർത്ഥകമാക്കുന്നത്, അല്ലെങ്കിൽ വ്യർത്ഥമാക്കുന്നത് എന്തിനാണ്? നിങ്ങൾ തന്നെ ദൈവത്തിന്റെ വചനത്തെ വ്യാഖ്യാനിച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ വ്യർത്ഥമാക്കി കളയുന്നു എന്ന് ഈശോ പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്രകാരം തന്നെയാണ്. ചില പാരമ്പര്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കും, പക്ഷെ ദൈവം നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് അതിനെ നിരാകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഈശോ ഇന്നത്തെ സുവിശേഷത്തില് യഹൂദരോട് ചോദിക്കുകയാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ആ കൽപ്പനയെ വളച്ചൊടിച്ച് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിന്റെ അർത്ഥത്തെയും ജീവനെയും ഒക്കെ കളഞ്ഞ് അതിനെ നശിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട ഇപ്രകാരം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ എനിക്കിഷ്ടമുള്ള രീതിയിൽ ചില നിയമങ്ങൾ ഞാൻ തന്നെ വളച്ചു പിടിച്ചിട്ടുണ്ട്. അതിലിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അപ്പൊ ഞാൻ തന്നെ ചിന്തിക്കുകയാണ്, ഞായറാഴ്ച ഇന്ന കാര്യങ്ങൾ ചെയ്താലൊന്നും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താലൊന്നും കുഴപ്പമില്ല എന്ന് ഞാൻ തന്നെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു നിയമത്തെ, ദൈവിക നിയമത്തെ വളച്ചൊടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? അതൊരു ഉദാഹരണം മാത്രമാണ്. മറിച്ച് മറ്റു പല ദൈവിക നിയമങ്ങളിലും ഞാൻ ഇതുപോലെ എനിക്കിഷ്ടമുള്ള രീതിയിൽ വചനത്തെ, ദൈവിക നിയമങ്ങളെ, പ്രമാണങ്ങളെ ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടും ഞാൻ പാരമ്പര്യങ്ങളുടെ പേരിൽ ഭയങ്കര കാര്യമായിട്ട് വലിയ കാര്യം പറഞ്ഞിട്ട് പാരമ്പര്യങ്ങളെല്ലാം മുറുകെ പിടിച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ നിരാകരിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ചിന്തിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്